അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഖുർആൻ സെമിനാറിലാണ് നമ്മളുള്ളത്. ഖുർആനിൻ്റെ മാസം സമാഗതമാകാനിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ആത്മബന്ധത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ഖുർആനികമായ, ഈ വൈജ്ഞാനികമായ സദസ്സുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ട ഒരു കാര്യം ഇത്തരമൊരു പഠന പരിപാടിയുടെ ആമുഖം എന്നോണം സൂചിപ്പിച്ചുകൊണ്ട്, ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, വിജ്ഞാനങ്ങൾ അറിയുവാനും കേൾക്കുവാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ നമുക്ക് അതിശക്തമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന പ്രഭാഷണങ്ങൾ. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുമ്പ് പല ആളുകളും മരണപ്പെട്ടു പോയത് വൈജ്ഞാനികമായ ആഴമേറിയ പ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ ഖുർആനികമായ സംസാരങ്ങളോ കേൾക്കാൻ ഭാഗ്യം ലഭിക്കാതെ ധാരാളം ആളുകൾ നമ്മുടെ വേർപെട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. മാത്രമല്ല, അന്ന് പുസ്തകങ്ങളെയും ജുമാകളെയും മാത്രം ആശ്രയിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നു സാധാരണക്കാർക്ക് പോലും ലഭ്യമാകുന്ന രൂപത്തിൽ നമ്മുടെ ഇൻ്റർനെറ്റ് റേഡിയോകൾ ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ടും മലയാളത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുവാനുള്ള അവസരമുണ്ട്. എനിക്കോർമ്മയുണ്ട്, ഒരു 4-5 കൊല്ലങ്ങൾക്ക് മുമ്പാണ് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, എൻ്റെ മോൻ മലയാളം അറിയാത്ത ഒരു അന്യനാട്ടിലേക്ക് പഠനത്തിന് വേണ്ടി പോകുമ്പോൾ ഞാൻ അവന് വാങ്ങിക്കൊടുത്തത് അമാനി മൗലവിയുടെ 4 ഭാഗം പരിഭാഷകളാണ്. ഞാൻ അവനോട് പറഞ്ഞു, കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നീ ഇതൊരു പ്രാവശ്യം വായിച്ച് തീർത്ത് വരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അവന് മലയാളത്തിൽ ഒരു സംസാരം ദീനിയായി കേൾക്കണമെങ്കിൽ ഇവിടെ നിന്ന് അവൻ്റെ ലഗേജിൽ 4 വാള്യം അമാനി മൗലിൻ്റെ പരിഭാഷ കൊണ്ടുപോകണം. എന്നാൽ ഇന്ന് ഒരു കുട്ടി ഇവിടെ നിന്ന് ഒരു ഫോണുമായി അമേരിക്കയിൽ പഠിക്കാൻ പോയാലും അമാനി മൗലിൻ്റെ പരിഭാഷ അവൻ അതിൽ കിട്ടും. അതുമാത്രമല്ല, ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസംഗം പോലും നിങ്ങളുടെ ഒരു മകൻ റഷ്യയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് കേൾക്കാൻ പറ്റും. ഇതുകൊണ്ടൊരു പ്രശ്നം എന്താ വെച്ചാൽ, നാളെ പരലോകത്ത് ഖുർആനും പ്രവാചകചര്യയും മുന്നിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യനെ വിചാരണ ചെയ്യുന്നത്. കാരണം അത് നമുക്കെതിരെ തെളിവായി വരാനുള്ള സാധ്യതകളെ നമ്മൾ കാണണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇതൊക്കെ കേട്ട് നമ്മൾ പോയാൽ, ഇത് ഉൾക്കൊള്ളാതിരിക്കുന്നത് നമുക്ക് ഈ ഇരുത്തം വലിയ കുറ്റകരമായ ഒരവസ്ഥ നാളെ പരലോകത്തുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താണ്. കാരണം ഇവിടെ മാലിക് സലഫി അവതരിപ്പിച്ച് നിങ്ങൾ കേട്ടു. സത്യത്തിൽ ഇപ്പം ഒന്നൊന്ന് പോയിട്ട് കടന്നിട്ട് ഞാനൊരു വിശ്വാസിയാണോ എന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ 10 കാര്യങ്ങളിൽ ഏതിനോടെങ്കിലും ഞാൻ നീതി പുലർത്തി ജീവിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. പ്രസംഗം കഴിഞ്ഞ് പോയിട്ട് ഒഴിവ് കിട്ടുമ്പോൾ സൂറത്ത് മുഅ്മിനൂൻ്റെ ആദ്യത്തെ ആയത്തുകൾ വെച്ചിട്ട് ഈ 10 കാര്യങ്ങളിൽ ഏതെങ്കിലും എൻ്റെ നമസ്കാരം ഭക്തിപൂർവമാണോ, എൻ്റെ സക്കാത്ത് കണക്കൂട്ടി എഴുതിക്കൂട്ടി ഞാൻ കൊടുക്കുന്നുണ്ടോ
എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എൻ്റെ കണ്ണുകളെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ആളുകളോട് കടം വാങ്ങുകയും റിയൽ എസ്റ്റേറ്റും ബിസിനസ്സും നടത്തുമ്പോൾ ഞാൻ പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കലുണ്ടോ? ഇതിനൊന്നും വലിയ വിശദീകരണം ആവശ്യമില്ല. നമുക്ക് നമ്മളെക്കുറിച്ച് പുനരവലോകനം ചെയ്യാൻ പറ്റുന്ന 10 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നാളെ പരലോകത്ത് ഈ വിവരങ്ങൾ നമുക്കെതിരെ സാക്ഷിയാകാതിരിക്കാൻ, ഈ പുതിയ സൗകര്യങ്ങൾ നമുക്കെതിരെ ഒരു പരീക്ഷണമാകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് മുഖവുരയായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഗുണകാംക്ഷയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു എന്നതിനെക്കുറിച്ചാണ് ഒരല്പസമയം നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിനെ ആയത്തുകൾ വെച്ച് അഗാധമായ ഒരു പഠനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ കഴിവുള്ളവനല്ല. നമ്മുടെ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുത്ത് ഈ വാക്കിനെ, ഈ ഒരാശയത്തെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഒരല്പസമയം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കേട്ടു കാണും, ലോകത്തുള്ള മഹാരഥന്മാരായ പ്രവാചകന്മാർ ആളുകൾക്ക് ചിലതൊക്കെ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. ആ പ്രവാചകന്മാരും മഹാപണ്ഡിതന്മാരും ലോകത്തിന് കൊടുത്തത് ദീനാറൻ വല ദിർഹമൻ, ദീനാറുകളെയോ ദിർഹമുകളെയല്ല, വീടുണ്ടാക്കാൻ പറ്റുന്ന പാടങ്ങളെയും അതേപോലെ തന്നെ പറമ്പുകളെയും അവർ ആളുകൾക്ക് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഏതുകാലത്തും സൂക്ഷിച്ചു വെച്ചാൽ തുരുമ്പ് പിടിക്കാത്ത സ്വർണ്ണക്കൂമ്പാരങ്ങളെ അവർക്ക് അനന്തരമായി കൊടുത്തിട്ടില്ല. മറിച്ച് അവർക്കു ജീവിതകാലം മുഴുവൻ പണത്തെക്കാളും പ്രയോജനപ്പെടുന്ന, സമ്പത്തിനേക്കാളും പ്രയോജനപ്പെടുന്ന, വീട് വെക്കാനുള്ള ഭൂമിയെക്കാളും ഏത് സമയത്തും വിറ്റാൽ ആവശ്യം നിർവഹിക്കാൻ പറ്റുന്ന സ്വർണത്തെക്കാളും രത്നത്തെക്കാളും വില കൂടിയത് ചിലത് നമുക്ക് അനന്തരമായി പ്രവാചകന്മാരും പണ്ഡിതന്മാരും തന്നിട്ടുണ്ട്. അങ്ങനെ അനന്തരമായി തന്ന ചില കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ഗുണകാംക്ഷയോടുകൂടെ ജീവിക്കണം, നസീഹത്തോട് ജീവിക്കണം എന്നുള്ളത്. നിങ്ങൾ വെറുതെ വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം അർത്ഥം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകന്മാരുടെ പ്രബോധന ചരിത്രങ്ങളെ ആവർത്തിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്ത് മറിയമിലുണ്ട്, സൂറത്ത് താഹയിലുണ്ട്, സൂറത്ത് ബക്കറയിലുണ്ട്, ഷുഅറായിലുണ്ട്. ധാരാളം സൂറത്തുകളിൽ നിരന്തരമായി ഹൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച്, സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച്, മൂസാ നബിയെക്കുറിച്ചും അവിടെ പ്രബോധനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ ആദ്യത്തെ പ്രവാചകത്വം നിർവഹിച്ച മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം ജനങ്ങളോട് പറയുന്നതിലുള്ള വാക്ക് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചു. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങളെ ഞാനിതാ നിങ്ങൾക്ക് എത്തിച്ചു തരുകയാണ്. വ അൻസഹു ലക്കും, നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവരാണ്, നസീഹത്തുള്ളവരാണ് ഞാൻ. വ അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് എന്ത് അള്ളാഹുവിൽ നിന്നും എനിക്ക് ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അവിടെ ജനങ്ങളെ, നിങ്ങൾ എത്ര വായിച്ചാലും പഠിച്ചാലും ചിന്തിച്ചാലും നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത ചില ഉപദേശങ്ങൾ നിനക്ക് ഗുണകാംക്ഷാപൂർവ്വം ഞാൻ നിങ്ങൾക്ക് തരികയാണ് എന്നാണ്. ഇതേ ഒരു വാക്ക് സ്വാലിഹ് നബി അലൈഹി സ്വലാം പറയുന്നത്. ധാരാളം ആയത്തുകൾ എങ്ങനെയുണ്ട്, 2 ആയത്തുകൾ മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ജനങ്ങൾ വല്ലാതെ ഉപദ്രവിച്ച് ബുദ്ധിമുട്ടിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് അവരോട് പറഞ്ഞ വാക്കാണിത്. ഫതവല്ല അൻഹും വഖാല യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി വനസഹ്തു ലക്കും വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ. എൻ്റെ ജനതേ, ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങളെ ഞാൻ നിങ്ങൾക്കിതാ എത്തിച്ചു തരുകയാണ്. വനസഹ്തു ലക്കും, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷ കാണിക്കുന്നു. വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ, പക്ഷേ നിങ്ങൾക്ക് ഉപദേശകന്മാരെ ഇഷ്ടമില്ല എന്ന്. സഹോദരങ്ങളെ, എന്താണ് ഈ പ്രവാചകന്മാർ നമുക്ക് തന്ന ഈ ഗുണകാംക്ഷയിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള കാര്യം? അതാണല്ലോ നമ്മൾ ആഴമായി ചിന്തിക്കേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ധാരാളം തൗഹീദിനെ എതിർക്കുന്ന, ശിർക്ക് ജീവിത വഴിയായി സ്വീകരിക്കുന്ന, മതമായി സ്വീകരിക്കുന്ന, ധാരാളക്കണക്കിന് ശിർക്ക് വെച്ച് പുലർത്തുന്ന ആളുകളുടെ ഇടയിലാണ് പ്രബോധകന്മാരായ ഞാനും നിങ്ങളും ജീവിക്കുകയും നിലകൊള്ളുകയും ചെയ്യും. നമ്മുടെ സ്വന്തം വീട്ടിലുണ്ട്. വാപ്പ ഒരു പക്ഷേ മൗലൂദിൻ്റെയും റാത്തീബിൻ്റെയും നേർച്ചയുടെയും വഴിപാടിൻ്റെയും ശിർക്കിൻ്റെയും ആളായിരിക്കും. നമ്മുടെ അയൽവാസികളുണ്ട്, സഹപ്രവർത്തകന്മാരുടെ സുഹൃത്തുക്കളുണ്ട്, അവർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ സഹോദരങ്ങളെ, ഒരു ദശാബ്ദ കാലത്തോളം അവരെ തൗഹീദ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അവരത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും വിളിക്കാറുണ്ട്. അയാളെ നാട്ടിൽ പരിപാടിക്ക് വിളിക്കും, വീട്ടിലേക്ക് പരിപാടിക്ക് വിളിക്കും. അയാൾ പറയുന്നത്, എൻ്റെ വാപ്പ നല്ല മനുഷ്യനാണ്, എൻ്റെ വാപ്പനോട് ഏറ്റവും സ്നേഹമാണ് എനിക്ക്, വാപ്പക്ക് എന്നോടും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഇന്നേ വരെ ഈ ഒരു തൗഹീദിൻ്റെ ഒരു ആശയം വാപ്പനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അത് ശരിയായിരിക്കാം സഹോദരങ്ങളെ, പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ആദർശപരമായി എനിക്കും നിങ്ങൾക്കും എത്ര ശത്രുക്കളുണ്ടോ
ആ ശത്രുക്കളൊക്കെ ഒന്ന് നമ്മുടെ ആദർശം പഠിപ്പിക്കുന്നിടത്ത് 100% വിജയിക്കാൻ സാധിക്കുമെന്നൊരു ഗ്യാരണ്ടി പറയാൻ എനിക്കും നിങ്ങൾക്കൊന്നും പറ്റൂല. ശ്രമിച്ചു നോക്കാം. അള്ളാഹ് ഹിദായത്ത് കൊടുത്താൽ അവർക്ക് ഹിദായത്ത് കിട്ടും. പക്ഷെ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യം നമുക്കുണ്ട്. എന്താണ് അത് കാര്യങ്ങൾ? ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എനിക്ക് വേറെ താല്പര്യമൊന്നുമില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായും ഗുണകാംക്ഷയോടുകൂടെയുമാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത് എന്ന് പ്രബോധകന്മാരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. സഹോദരങ്ങൾ, അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മുടെ പ്രബോധനങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഫലപ്രാപ്തി സ്വീകരിക്കാൻ പറ്റൂല. ഏറ്റവും അധികം ബഹിഷ്കരണങ്ങൾ നടത്തി മയ്യത്തുങ്കൽ അനുവദിക്കൂല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ഒരു പ്രദേശത്തെ അവിടുത്തെ ഏറ്റവും വലിയ ഖുറാഫി നേതാക്കന്മാർ പറയുന്ന ഒരു കമൻറ്റ് അവിടുത്തെ ചെറുപ്പക്കാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, പരിപാടിയെക്കുറിച്ച് പറഞ്ഞു, ഇവരൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ എതിർക്കുന്നുണ്ടെങ്കിൽ അവർ പറയും, നിങ്ങളെ ഈ ആൾക്കാരോട് ഞങ്ങൾക്കൊരു സ്നേഹമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഈ പറയണതൊക്കെ നിങ്ങൾ കൊണ്ടെടുക്കുന്നുണ്ട്. നിങ്ങളെ ഫാൻ്റെ കുറച്ച് നിങ്ങൾ കയറ്റിയെടുക്കും. നിങ്ങളിപ്പോൾ ഞങ്ങളെ പള്ളിക്കൊക്കെ ആണെങ്കിലും സുബൈക്ക് വരും. അതുകൊണ്ട് നിങ്ങളിതൊരു നല്ല മനസ്സിന് വേണ്ടി ഉൾക്കൊണ്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലായി. നിങ്ങൾ പറയണത് ഞങ്ങളെ വാപ്പകാരന്മാർ പറഞ്ഞതിനെതിരാണ്, ഞങ്ങൾ വിശ്വസിച്ചതിനെതിരാണ്, മനസ്സിലാക്കിയതിനെതിരാണ്. പക്ഷേ നിങ്ങളിത് പാലിക്കുന്ന, ഇത് നല്ല നിലക്ക് സ്വീകരിച്ചവരാണെന്നാണ്. സഹോദരങ്ങൾ, ഇതിലാണ് നമ്മളൊക്കെ പരാജയപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ഭാര്യനെ നമ്മൾ പലപ്പോഴും ഉപദേശിക്കാനാണ്. പക്ഷെ ഭാര്യയ്ക്ക് തോന്നിയോ എന്ത്, ഇയാളിതൊക്കെ ഒരു ആത്മാർത്ഥമായി കൊണ്ടെടുക്കുന്ന ഒരാളാണ്, ഇതൊക്കെ പരലോകത്ത് ഞാൻ കുടുങ്ങാതൊക്കെ എന്നോട് പറയാണ് എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടാൽ, വിജ്ഞാനത്തിൻ്റെ സമാഹാരങ്ങളായ സീഡികൾ കൊണ്ടുപോയി കൊടുത്താലും പുസ്തകങ്ങളുടെ കെട്ടുകൾ ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചാലും സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് അവരൊന്നും സ്വീകരിക്കൂല. പള്ളിക്കത്തെ മൗലികത്തെ സ്വീകരിച്ചു എന്ന് വരും. നമ്മുടെ മക്കൾക്ക് തോന്നണം എന്ത്, പള്ളിക്കൊക്കെ പോയി നിസ്കരിച്ച് വന്നതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിൽ തന്നെ വന്നപ്പോൾ കുട്ടികളെ ചോദിക്കുക, എന്തപ്പമ്മ വാപ്പ ഇവിടുന്ന് നിസ്കാരം, ഇപ്പം പള്ളിക്ക് ഇപ്പോൾ വാപ്പ പോയില്ലേ, പിന്നെ ഇവിടുന്നൊരു നിസ്കാരം. അത് മോനെ സുന്നത്ത് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ അതിന് ഇരട്ടി പ്രതിഫലം കിട്ടും. ഫർള് പള്ളിക്ക് നിസ്കരിച്ചാലേ ഇരട്ടി കിട്ടുള്ളൂ, സുന്നത്ത് വീട്ടിൽ നിസ്കരിച്ചാൽ ഇരട്ടി കിട്ടും എന്ന് പറയുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കാണ്, നിസ്കരിക്കണമെന്ന് എന്നോട് പറയുന്ന വാപ്പ സുന്നത്ത് പോലും വീട്ടിൽ നിന്ന് നിസ്കരിക്കണമെന്ന കണിശത കാണിക്കുമ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ നന്നാകണം വിചാരിച്ചതിനാണ് വാപ്പ പറഞ്ഞത്. നോക്ക് നിങ്ങൾ, എല്ലാ അക്രമങ്ങളും കല്ലേറുകളും ഒക്കെ സഹിച്ച് ദൂരെ മാറി നിന്ന് സ്വാലിഹ് നബി പറഞ്ഞ വാക്കാണത്. ഫതവല്ല അൻഹും വഖാല യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി വനസഹതു ലക്കും വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ. എന്തൊക്കെയുണ്ട് ആയത്തിൽ. അദ്ദേഹം അവരിന്ന് മാറി നിന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജനതയെ, സ്നേഹത്തിൻ്റെ വിളിയാണ്, എൻ്റെ ജനങ്ങളെ, ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി, എൻ്റെ റബ്ബ് എത്തിക്കാൻ ഏൽപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാക്കാം? എനിക്കിത് മറച്ചു വെക്കാൻ പറ്റുമോ? ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമോ? പടച്ചോൻ എന്നെ ഏൽപ്പിച്ചതല്ലേ, അത് ഞാൻ പറയണ്ടേ? നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നെ കയ്യേറ്റം ചെയ്താൽ പറയാതിരിക്കാൻ പറ്റുമോ? അള്ളാഹ് ഏൽപ്പിച്ച ദൗത്യം, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി വനസഹ്തു ലക്കും, നിങ്ങളോട് ഞാൻ ഗുണകാംക്ഷയുള്ളവനാണ്. നിങ്ങൾ എൻ്റെ പ്രവർത്തനങ്ങളെ നോക്കൂ, എൻ്റെ ജീവിതത്തെ നോക്കൂ, ഞാൻ തികഞ്ഞ ഗുണകാംക്ഷയുള്ളവനാണ്. പക്ഷെ നിങ്ങൾക്കുള്ള കുഴപ്പം എന്താ വെച്ചാൽ, വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ, ഉപദേശിക്കുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഉപദേശം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതാണ്. സഹോദരങ്ങളെ, ഇവിടെ ഞാൻ പറഞ്ഞില്ല, ആദർശത്തെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും ആദർശം പറയുന്നതിൻ്റെ പിന്നിലെ ഗുണകാംക്ഷയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. ഒരു പക്ഷേ ഒരു വർഷത്തെ പഴക്കമുള്ളുവെങ്കിലും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് സഹോദരങ്ങളെ. ഒരു പക്ഷേ ഇവിടുത്തെ ഔദ്യോഗിക മുജാഹിദുകളാണോ നിങ്ങളെന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായ ആദർശത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് ശക്തമായ ആളുകളുടെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു കൊല്ലം കൊണ്ട് ഈ നാട്ടിലത്തെ ആൾക്കാർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. എന്താ വെച്ചാൽ, ഈ കൂട്ടായ്മ, ഈ വിസ്ഡം പരിപാടിയൊക്കെ നടത്തുന്ന ഈ കൂട്ടായ്മൻ്റെ ആളുകൾ അവർ ദീനിനോടുള്ളൊരു സ്നേഹം കൊണ്ടും അതേപോലെ തന്നെ അതൊക്കെ നാട്ടിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നടക്കുന്നവരാണ് എന്ന് പറയാൻ തുടങ്ങി. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഗുണകാംക്ഷയ്ക്ക് വിരുദ്ധമായ പരാമർശങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ നമ്മൾ നന്നായി നമ്മളെ ദായിമാരോട് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രതിനിധീകരിക്കുന്നവരാണെന്ന് തോന്നാത്ത ഏതോ ഒരു വ്യക്തിയോടുള്ള വിരോധത്തിൻ്റെയോ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടതിൻ്റെ പ്രതികാരമാണെന്നോ തോന്നുന്ന ഒരു വാക്കോ ഒരു പോസ്റ്റ് പോലും നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വന്നുകൂടാൻ നമ്മൾ മാറ്റം വന്നു. നമ്മുടെ കുട്ടികളിലും ചെറുപ്പക്കാരിലും ആ മാറ്റങ്ങൾ നമ്മൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ജനങ്ങൾ വേണ്ടതെന്ന് വന്നപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഓഡിയൻസിൽ എല്ലാ ആളുകളുണ്ട്, നമ്മുടെ പള്ളികളിൽ എല്ലാ ആളുകളുണ്ട്. നമ്മൾ പറയുന്നത് പച്ച തൗഹീദാണെങ്കിൽ നമ്മുടെ ഗുണകാംക്ഷയുടെ മനസ്സ് ഈ നാട്ടിലെ ജനങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാവരും ഉൾക്കൊണ്ടപ്പോൾ അവർ നമുക്ക് സൗകര്യം ചെയ്യുന്നുണ്ട്, അവർ നമുക്ക് കണക്കില്ലാത്ത പണം തരുന്നുണ്ട്,
അവരെല്ലാ രംഗത്തും നമ്മുടെ സഹകരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഈ ഒരു പ്രബോധക രംഗത്ത് ലോകത്തിന് മുന്നിൽ ഈ മാതൃക ഇമാം ഷൗക്കാനി ഈ നസീഹത്തിൻ്റെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വഫി ഹാദാ ദലീലുൻ, ഈ ആയത്തുകളിൽ ഒരു തെളിവുണ്ട്, എനിക്കും നിങ്ങൾക്കും സ്വീകരിക്കാൻ ഒരു പ്രമാണമുണ്ട് സഹോദരങ്ങളെ. അല അന്ന കുല്ല മുത്തബിഇൻ ലിറസൂലിൻ, പ്രവാചകനെ പിൻപറ്റുന്ന എല്ലാ ആളുകളും ഹക്കുൻ അലൈഹി, അവന് കടമയുണ്ട് എന്നാണ്. വേണമെങ്കിൽ ചെയ്താൽ പോരാ, അവന് കടമയുണ്ട്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഏതൊരു പ്രബോധകനും ഗുണകാംക്ഷ പാലിച്ചിരിക്കണം. സഹോദരങ്ങളെ, ഗുണകാംക്ഷ ഇല്ലാത്തവൻ ഈ പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. അവൻ നിന്നാൽ അതുകൊണ്ട് ഇതുകൊണ്ട് ദോഷം മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ഒരു പ്രതികാരത്തിന്റെ മനസ്സുള്ളവൻ, ഒരു വാശിയുള്ളവൻ, ആരെയോ തോൽപ്പിക്കാൻ നടക്കുന്നവൻ, ആരെയോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ നിർത്തി അവനെ ഒന്ന് മാനം കെടുത്തണം എന്ന് വിചാരിക്കുന്നവൻ പ്രബോധന രംഗത്ത് കുപ്പായമിട്ടിറങ്ങിയാൽ സഹോദരങ്ങളെ, ഈ ദീനിനെ ആളുകൾ തെറ്റിദ്ധരിക്കും, പ്രവാചകന്മാരുടെ വഴികൾ സംശയിക്കപ്പെടും, വേദഗ്രന്ഥങ്ങൾ ആളുകൾ തിരസ്കരിക്കും, ഇതെന്തോ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയാണെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ബാധ്യത ഉണ്ടെന്നാണ് ഇമാം ഷൗക്കാനി പറയുന്നത്. സഹോദരങ്ങളെ, സലഫി ആദർശത്തെ ശരിക്കും ഉൾക്കൊണ്ട ഒരു ഖുർആൻ വ്യാഖ്യാതാവാണ് അദ്ദേഹം. ഇസ്ലാമിൻ്റെ അറബി ഭാഷയെ ശരിക്കും പരിഗണിച്ചുകൊണ്ട് സലഫു സ്വാലിഹ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ആയത്തിലാകും ആ ഗുണകാംക്ഷ എവിടെ നഷ്ടപ്പെടുന്നുവോ സഹോദരങ്ങളെ, അവിടെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്ന നിങ്ങൾ പാഴായിപ്പോവും. ഈ നസീഹത്ത് വെറും ദഅവത്തിൻ്റെ രംഗത്ത് മാത്രം, എല്ലാ ജീവിത മേഖലയിലും വേണം. നമ്മൾ സാധാരണ പറയും, നമ്മുടെ കുട്ടികളോടോ ഭാര്യയോടോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് നടക്കണേ സഹോദരങ്ങളെ, ഗുണകാംക്ഷയോട് വേണം. ഗുണകാംക്ഷ ഉണ്ടെങ്കിൽ എന്താ ആ ഉപദേശങ്ങൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ടാവും. എന്താ അറിയോ, ഒന്ന് റിഫ്ക് ഉണ്ടാവും, ഒരു ലോലമായ സംസാരമായിരിക്കും. അതായത് ഗുണകാംക്ഷയുള്ള ഒരാളെങ്ങനെ കയർത്ത് പറയാം, ലീൻ വളരെ ലളിതമായിരിക്കും, റിഫ്കോട് കൂടെ ആയിരിക്കും. നോക്കൂ നിങ്ങൾ, ഏറ്റവും ശക്തനായിട്ടുള്ള ഭരണാധികാരിയോട് പോലും സംസാരിക്കാൻ പോകുമ്പോൾ ആ നസീഹത്ത് ഉണ്ടാവാനാണ് ഖുർആൻ പറഞ്ഞത്. എന്ത് നിങ്ങൾ നല്ല മൃദുലമായ വാക്ക് പറയണം, അവൻ ചിന്തിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തേക്കണം. ഞാൻ പറഞ്ഞത് അത് വേണം. സാധാരണ ഇമാം ഷാഫി റഹ്മുല്ല പറഞ്ഞ ഒരു കവിതകളുണ്ട്, കവിത പാടാനല്ല. അദ്ദേഹം പറഞ്ഞ എന്താ അർത്ഥവത്ത നിങ്ങൾ 20 കൊല്ലം 30 കൊല്ലം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് സഹോദരങ്ങളെ, ആ കുട്ടികൾ നമ്മളുമായുള്ള സ്നേഹം കുറഞ്ഞു, നമ്മുടെ ശത്രുക്കളായി പ്രതികാരമുള്ളവരായി എന്നല്ലാതെ ഒരു കുട്ടി പോലും വാപ്പൻ്റെ മഞ്ഞ് വാക്ക് സ്വീകരിക്കാത്ത എന്തായാലും ഉപദേശങ്ങൾക്ക് ഗുണകാംക്ഷ വേണം. ആ ഗുണകാംക്ഷൻ്റെ ഉപദേശം എങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒറ്റക്കാവുമ്പോൾ എന്നെ ഉപദേശിക്കണം എന്നാണ്. സഹോദരൻ, ഒറ്റക്കാവണം. 3 കുട്ടികളുള്ള വാപ്പ ഒരു കുട്ടിനെ എങ്ങനെ നിർത്തി ചീത്ത പറഞ്ഞാലേ ആ കുട്ടി മറ്റു കുട്ടികളെങ്ങനെ നോക്കി ചെറുക്കും. ചീത്ത കേട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചെറുക്കും. ഓൻ നമ്മൾ പറഞ്ഞതിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്, അഞ്ചൻ്റെയും ജ്യേഷ്ഠൻ്റെ മുന്നിൽ അപമാനിക്കപ്പെടുന്നതിനെ കുറിച്ച് മാത്രമേ ഓൻ ആലോചിച്ചിട്ടുള്ളൂ. അതിലെന്ത് ഗുണകാംക്ഷ സഹോദരങ്ങളെ, എന്ത് ഉപദേശമാണത്? നീ ഒറ്റക്കാവുമ്പോൾ നീ എന്നെ ഉപദേശിക്കണം. ആൾക്കാരൊക്കെ പാടെ കൂടി നിൽക്കുമ്പോൾ നീ എന്നെ ഉപദേശിക്കരുത് കേട്ടോന്ന്. ആൾക്കാരടിയിൽ വെച്ചിപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ നിർത്തിയിട്ട് പറയും, നിവർത്തില്ലെങ്കിലേ പറയുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുട്ടി മൊത്തം 50 കുട്ടികളുടെ ഇടയിൽ അവൻ അപമാനിതനാവും. ഒരു പക്ഷേ ഞാൻ വിനീതമായി ചോദിക്കുന്നു, അവൻ ചെയ്ത തെറ്റാണോ, ഞാൻ അവനെ അപമാനിച്ചതാണോ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഗുരുതരമായ തെറ്റെന്ന് നമുക്കറിയില്ല. 40 ആളെ മുന്നിൽ അവനെ മാനം കെടുത്തിയതാണോ, അതോ അവൻ ചെയ്ത് എഴുതാതെ വന്നതാണോ, അനുസരണക്കേട് കാണിച്ചതാണോ ഏറ്റവും വലിയ തെറ്റെന്ന് പറയാൻ പറ്റില്ല. സഹോദരങ്ങളെ, വളരെ പ്രധാനമാണ്. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും അദ്ദേഹം പറയുന്നു, പിന്നെ ജനങ്ങളെ ഉപദേശം പല കോലത്തിലാണ്. ചില ആൾക്കാർ എന്താ വെച്ചാൽ വഷളാക്കലാണ് ചില ആൾക്കാർക്ക് ഉപദേശം. ഒരുത്തരാണ് മാനം കെടുത്തത് ഒരാൾക്ക് ഉപദേശമാണ്. ആളുകളെ മാനം കെടുത്തുന്നതൊക്കെ നാട്ടിൽ നിന്ന് ഉപദേശം എന്ന പേരിലാണ് ആൾക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഉപദേശത്തിൽ പെടുമെന്നാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞതിന് എതിരാരെങ്കിലും പ്രവർത്തിച്ചാൽ ദേഷ്യപ്പെട്ട് പറയാം, അതൊന്നും ഉപദേശങ്ങളല്ല. സഹോദരങ്ങളെ, ചെറിയ മാറ്റം വേണം. ഒരേ പ്രബോധകന്മാർക്ക് വേണം, ബാപ്പാക്ക് വേണം, ഉമ്മാക്ക് വേണം, എല്ലാവർക്കും വേണം. ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്ന ഒരു കാര്യം ദീനാണ്, അവൻ പരലോകത്ത് നരകത്തിൽ പോകാതിരിക്കാനാണ് എന്നൊരു ഗുണകാംക്ഷ. എന്തിനാണ് വാപ്പാനിമാനെ ഏൽപ്പിച്ചത്? സത്യവിശ്വാസികളെ ഏൽപ്പിച്ച അംഫുസക്കും അഹ്ലീക്കും നാറാന്നാണ്. നമ്മളൊക്കെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നിർവഹിക്കുന്ന ദൗത്യം നരകത്തിൽ നിന്ന് ഒരു തടിയെടുത്ത് പുറത്തേക്കേണ്ട പരിപാടിയാണ്. സഹോദരങ്ങളെ, അത് ഗുണകാംക്ഷയോടുകൂടെ നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഈ ഗുണകാംക്ഷ എവിടുന്ന് ഉണ്ടാവുള്ളൂ? നിങ്ങൾ ഇഖ്ലാസ് നിന്ന് ഉണ്ടാവുള്ളൂ. അതാ പഠിത മനുഷ്യൻ. ഇഖ്ലാസ് ഉള്ളവനെ ഗുണകാംക്ഷ ഉണ്ടാവുള്ളൂ. സഹോദരങ്ങളെ, എന്ത് നഷ്ടപ്പെട്ടാലും ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ഇഖ്ലാസ് ഇല്ലാത്ത ഒരാളിൽ നിന്നും ഗുണകാംക്ഷയുടെ ഒരു വർത്തമാനം കേൾക്കാൻ വളരെ പ്രയാസമാണ്.
ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വിശദീകരിക്കേണ്ട ആവശ്യങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഇഖ്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇഖ്ലാസ് ഉണ്ടോ അവനെല്ലാം ഉണ്ടെന്ന്. ഇഖ്ലാസിൻ്റെ അവനൊന്നുമില്ല. ഇബ്നു ഹജർ പറഞ്ഞൊരു വാക്ക് കാണാൻ പറ്റും, ലി അന്ന കുല്ല അമലിൻ ല യുരിദു ബിഹി ആമിലുഹു അൽ ഇഖ്ലാസ്. എന്ത് പ്രവൃത്തിയാകട്ടെ അതിലൊരു ആത്മാർത്ഥമായ ഉദ്ദേശം അവനില്ല എങ്കിൽ ഫലൈസ മിനദ്ദീൻ, അത് ദീനല്ല, അത് ദീനേ അല്ല. അദ്ദേഹം തെളിവാണ് തരും. അൽ ഹജ്ജു അറഫ എന്ന് പറയില്ലേ, എന്ന പോലെയാണ് അദ്ദീനു അൻ നസീഹ എന്ന് പറഞ്ഞതാണ്. അറഫി പോകാത്ത ഒരുത്തൻ്റെ ഹജ്ജുണ്ടോ? ഇല്ല. എന്നാൽ നസീഹത്തില്ലേ അവനിൽ ദീനില്ല എന്ന്. നസീഹത്തില്ലേ ദീനില്ല. നസീഹത്ത് ആർക്കേ ഉണ്ടാവുള്ളൂ? ഇഖ്ലാസുള്ള ആൾക്കേ ഉണ്ടാവും. സഹോദരങ്ങൾ, ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കൊരിക്കലും മരിക്കുമ്പോൾ ഈമാനോട് കൂടെ മരിക്കാൻ പറ്റില്ല. ഉറപ്പ്. നമ്മൾ 60 കൊല്ലം നിങ്ങൾ മുഅ്മിനായി ജീവിച്ചാലും അത് ഇഖ്ലാസോട് കൂടെ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഈ പാതയിൽ നിന്ന് തെറ്റിപ്പോകും. കാരണം എന്തായാലും അത് വെറുതെ പ്രവചനം പറയല്ല. കാരണം ഇഖ്ലാസ് ഇല്ലാത്തവന് എന്താണോ അവൻ്റെ താല്പര്യം, സ്വർഗത്തിൽ പോകുക, നരകത്തിൽ രക്ഷപ്പെടുക, പടച്ചോൻ്റെ തൃപ്തി നേടുക എന്നല്ലാത്ത വേറെ എന്ത് താല്പര്യം ഒരുത്തിട്ടുണ്ടെങ്കിലും ആ താല്പര്യത്തിന് പിശാച് കയറി പിടിച്ചിട്ട് ഓനെ മെല്ലാണ് പുറത്തടിക്കും. സഹോദരങ്ങളെ, കുറച്ചെന്തെങ്കിലുമൊക്കെ സാമ്പത്തിക താല്പര്യമുണ്ടോ, നല്ലൊരു ഓഫറുമായി ശൈത്താൻ വരും. എന്നിട്ട് എന്ത് ചെയ്യുന്ന നിങ്ങൾ ഓനെ മെല്ലാണ് പുറത്തുകൊണ്ടും. ഒന്ന് നിസ്കരിക്കാത്തവനായിട്ടല്ല, അവനെ പുറത്ത് കടത്താൻ പറ്റുന്ന ഒരു ചോർച്ച അവൻ്റെ ഈമാനിൽ കിട്ടിയോ പിശാച് അവനെ കൊണ്ടുപോകും. യാതൊരു സംശയമില്ല സഹോദരൻ. ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഇഖ്ലാസ് വേണമെന്നാണ്. എന്താ, ഞാൻ എന്ത് നിങ്ങളോട് പറയുന്നുവോ അതെനിക്ക് പാലിക്കാൻ പറ്റണം. ഞാനത് പാലിക്കുന്നില്ലെങ്കിലോ സഹോദരങ്ങളെ, ഞാൻ പാലിക്കാത്ത തിന്മ ഏതാണോ ആ തിന്മയിലെ വഴിയിലൂടെ പടച്ചോൻ എൻ്റെ അടുത്ത് പുറത്ത് കണ്ടിടും. ഇത് എൻ്റെ വകയല്ല. ലോകത്തെ മുഴുവൻ ആളുകളെയും വഴിപിഴപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത പിശാച് പറഞ്ഞത് ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എനിക്ക് കയറിച്ചെല്ലാൻ ആത്മാർത്ഥതയിൽ ഒരു പഴുതില്ലാത്തവനെ പിഴപ്പിക്കാൻ എനിക്ക് പറ്റൂലെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായൊരു പ്രബോധകന്റെ വാക്കുകളിൽ ഗുണകാംക്ഷയ്ക്ക് വിരുദ്ധമായി ഒന്നും ഉണ്ടാവില്ല. ആത്മാർത്ഥമായൊരു പിതാവിൻ്റെ വാക്കുകളിൽ മക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇഖ്ലാസ് പോകുമ്പോഴേ നസീഹത്ത് പോവുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നസീഹത്ത് പോകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നസീഹത്തിൻ്റെ വിപരീതം എന്താ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കും. നസീഹത്തിൻ്റെ വിപരീതം എന്താ വെച്ചാൽ ഖിഷ് എന്നാ വേണ്ടത് മരുന്ന്. ഖിഷ് എന്ന് പറഞ്ഞാൽ വഞ്ചന, കുതന്ത്രങ്ങൾ, ചതി. ഇതല്ലേ സഹോദരങ്ങളെ? ഇവിടെ ഒരു പ്രസംഗത്തിന് പെർമിഷൻ എടുത്താൽ അപ്പം തന്നെ അപ്പുറത്താവ് കൊടുക്കാൻ അപ്പുറത്തൊരു പെർമിഷൻ. മനസ്സിലായി? എല്ലാ പരിപാടി എന്തൊക്കെയാണ് സഹോദരങ്ങൾ? ഇതിലൊക്കെ എന്ത് പ്രതിഫലം ഉണ്ടാവുക ആളുകൾ? മനസ്സിലായി? എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഫോണ് വിളിച്ചിട്ട് എന്ത് ചെയ്യാം? ആ ഫോണിൽ ഇപ്പോൾ ഫോണിന് അറ്റൻഡ് ചെയ്യാൻ പേടിയാണ്, ഫോൺ എടുക്കൂല. എങ്ങനെയൊക്കെ ചോദിക്കൂടെ അറിയാൻ പറ്റുക. നേർക്ക് നേരെ ഉത്തരം പറയാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളോട് പറയിപ്പിക്കുക, എന്നിട്ട് ആ വാക്കുകൾ എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊക്കെ എന്തിനാണ്? ദീനിനെ വിജയിപ്പിക്കാൻ ആൾക്കാർ ചെയ്യണം. എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ അവസ്ഥ പറയാം? റിഷ്, ചതി എന്നാണ്, വഞ്ചന, ചതി. ഞാൻ ചോദിക്കുന്നത് ആത്മാർത്ഥമായി ചോദിക്കുക സഹോദരങ്ങളെ, ഞാൻ സ്വകാര്യമായി ഒരാളോട് പറഞ്ഞൊരു കാര്യം പരസ്യപ്പെടുത്തുന്നതിൻ്റെ വിധി എന്താണ്? ഞാൻ സ്വകാര്യമായി പറഞ്ഞൊരു കാര്യം ഒരാളോട് പരസ്യപ്പെടുത്തുന്നതിൻ്റെ വിധി എന്താണ്? റിഷ്, ചതി. നസീഹത്തില്ലേ അവൻ ചതിയുടെയും വഞ്ചനയുടെയും കുതന്ത്രങ്ങളുടെയും മാർഗമായിരിക്കും സ്വീകരിക്കുന്നുണ്ടായിരിക്കുക, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ നസീഹത്തിന് വിരുദ്ധമായ ഒരു വഴി സ്വീകരിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഈ നസീഹത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു മനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരൊറ്റൊരു ഹദീസ് ഞാൻ പറഞ്ഞു. ഏത് ദീന ജീവിതത്തിൻ്റെ വിജയമായിലാണ്. നബി സ്വല്ലല്ലാഹു ഒരിക്കൽ പറഞ്ഞല്ലോ, ഇതാ ഒരു സ്വർഗ്ഗക്കാരൻ അങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ സഹാബത്തൊക്കെ ഒരുങ്ങി നിന്നു. അപ്പോൾ ആരാ വരുന്നത്? ഒരാൾ ചെരുപ്പും കൈ പിടിച്ചിങ്ങാണ്ട്, ഒരാൾ ഇങ്ങനെ തുണിയും ഇങ്ങനെ പൊന്തിച്ചു പിടിച്ച ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സ്വർഗ്ഗക്കാരെന്നൊക്കെ പറയുമ്പോൾ സഹോദരങ്ങൾ വലിയ പ്രതീക്ഷയിലുള്ള ആൾക്കാർ നോക്കണത്, നോട്ടത്തിൽ തന്നെ ആൾക്കാർക്ക് ഒന്നും തോന്നിയില്ല. അങ്ങനെ ഏതായിരുന്നാലും നബി സ്വല്ലല്ലാഹു പറഞ്ഞു, ആ പറഞ്ഞ ആൾ നിലക്ക് എന്ത് ചെയ്തു വെച്ചാൽ അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്യുന്നത് അൽബാന്റെ സഹീഹിലുണ്ട്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്തിനാ വെച്ചാൽ ഇയാൾ വന്നതിന് ശേഷം എന്താ വെച്ചാൽ സഹാബത്ത് ഇത് കേട്ടു. അപ്പോൾ ഒരു ചെറിയൊരു താല്പര്യം നമ്മുടെ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുവിനും, ഇയാൾ സ്വർഗ്ഗക്കാരനാണെന്ന് നബി ഉറപ്പിച്ചു വരും. ഇനിയിപ്പോൾ അയാളെപ്പോലും ജീവിച്ചാൽ മതി സ്വർഗ്ഗം കിട്ടാൻ, വേറെപ്പൊന്നും തെരഞ്ഞു പോകണ്ടല്ലോ. അങ്ങനെ ഉടനെ അദ്ദേഹം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി 3 ദിവസം കൂടെ താമസിച്ചു. 3 ദിവസം താമസിച്ചിട്ട് പറഞ്ഞു, റസൂൽ നിങ്ങളെപ്പറ്റി സ്വർഗ്ഗക്കാരെന്ന് പറഞ്ഞപ്പോൾ എന്തപ്പം ഞങ്ങളെക്കാളും നിങ്ങൾക്കൊരു പ്രത്യേകത നോക്കാൻ വേണ്ടി വന്നത്, പക്ഷെ ഇപ്പം നമ്മളെക്കാളും പ്രത്യേകിച്ചൊരു എക്സ്ട്രാ ഒന്നും നിങ്ങൾ ചെയ്യണത് കണ്ടില്ല എന്ന്. അപ്പം അദ്ദേഹം ഞാൻ ഇത്തരക്ക് തന്നെ ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പം വേഗം അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്നപ്പോൾ യാ അബ്ദല്ല എന്ന് തിരിച്ചു വിളിച്ചു. പിന്നെ മാ റഅയ്തു ഗൈറ അന്നി ലാ അജിദു ഫി നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശൻ. സഹോദരൻ, ഒരു വല്ലാത്ത വാക്കാണ്. നമ്മളൊക്കെ ഒരു ദീനിയായി നന്നാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇതുവരെയും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല.
ഞാനൊരു ദീനുള്ളവനാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മാന? ഇതപ്പം മനസ്സിലാവും നമുക്ക്. ഈ വാക്ക് അദ്ദേഹത്തിന്റെ വാക്കാണ്. സ്വർഗക്കാരൻ എന്ന അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പരിചയപ്പെടുത്തിയ മനുഷ്യന്റെ വാക്കാണ് സുഹൃത്തുക്കളെ. ഈ വാക്ക് പറയാൻ ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പറ്റിയാൽ നമ്മളും സ്വർഗത്തിലല്ലേ. എന്താ അയാൾ പറഞ്ഞ വാക്ക്? മുസ്ലിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളോട് ഒരു വഞ്ചനയോ ചതിയോ എൻ്റെ മനസ്സ് തോന്നാറില്ല. ഒരാളെ പറ്റിക്കണമെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായി? ഒരു ഡോക്ടർക്ക് തോന്നാതിരിക്കുക, ഒരു കസ്റ്റമർ വരുമ്പോൾ കിട്ടിയാലോ ഒരുത്തൻ വെച്ചേക്കാം, കച്ചവടക്കാരൻ തോന്നുക ഒരാളെ കിട്ടിയാലോ മുതലാക്കി വിടാം. ഈ ഒരു സാധുവാണ്, പറഞ്ഞാൽ കുടുങ്ങുന്ന സാധനമാണ്, ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ജീവിതത്തിൽ അങ്ങനെ ഒരു ശ്രമമല്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളോടൊരു ചതി കാണിച്ചിട്ട് ഒരു കാര്യം നേടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സഹോദരങ്ങളെ നിർത്തിയില്ല, ബാക്കി കേട്ടോളി. അള്ളാഹു ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ആ അനുഗ്രഹം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു അസൂയ തോന്നിയിട്ടില്ല ഇന്ന് വരെ. വലിയ സൗകര്യങ്ങൾ ഒരുത്തനെ കാണുമ്പോൾ അവനോടൊരു ചെറിയ വിരോധം, അസൂയ, നശിച്ചെങ്കിൽ എന്നൊരാഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ്. സഹോദരങ്ങളെ, എന്താണ് ആ മനസ്സ്? അത്തരമൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തനിൽ നിന്നും നസീഹത്തല്ലാത്ത മറ്റൊന്നും വരില്ല എന്നാണ്. അതുകൊണ്ടാണ് നസീഹത്ത് എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ എല്ലാ ഭാഗമാണ്. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈഅത്തു റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ ബൈഅത്ത് ചെയ്തു. എന്താ ബൈഅത്ത് ചെയ്തത്? അലാ ഇഖാമിസ് സ്വലാ, ഞാൻ നിസ്കരിക്കും റസൂലെ, നിസ്കാരം ഞാൻ അതിൻ്റെ കണിശതയോടെ നിർവഹിക്കും, ജമാഅത്തായി കൃത്യതയോടെ നിസ്കരിക്കും. വഇതാഇ സക്കാ, സക്കാത്ത് കൊടുക്കും. വന്നുസ്ഹി ലികുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനോടും ഞാൻ ഗുണകാംക്ഷയോട് കൂടെ വർത്തിക്കുന്നതാണ്. എല്ലാ മുസ്ലിമിനോടും ഞാൻ ഗുണകാംക്ഷയോടെ വർത്തിക്കുന്നതാണ്. സഹോദരങ്ങൾ, അവിടെ ഗുണകാംക്ഷ എന്നുള്ളത് നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും കൂടെയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ബന്ധമുള്ള എല്ലാ മുസ്ലിങ്ങളോടുമുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും നന്നാക്കുക എന്നുള്ളത് റസൂലുള്ളാഹിയുടെ സഹാബത്ത് ബൈഅത്ത് ചെയ്തൊരു കാര്യം. ഞാൻ പറഞ്ഞു, വെറുതെ ഒരാളുടെ വിരോധമോ ശത്രുതയോ വിഭാഗീയതയോ ഒന്നും നമ്മൾ പുലർത്താതിരിക്കുക. ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചോ സഹോദരങ്ങളെ? നമ്മുടെ ആദർശത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ചയും ഒരു സോപ്പിടലൊക്കെ വേണമെന്ന് അതെങ്ങനെ നമ്മൾ പറയാം? ലോകത്തുള്ള പ്രവാചകന്മാർ ആദർശത്തിന് വേണ്ടി കണിശത പാലിച്ച ആളുകളുടെ മാതൃകയായി നമുക്ക് കിട്ടിയ നസീഹത്ത് സ്വീകരിച്ചാൽ പ്രബോധനത്തിന് ഒരു കുഴപ്പവും പറ്റില്ല സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിനൊരു തകരാറും പറ്റില്ല. ഇത് ഉൾക്കൊള്ളുന്നതോടുകൂടെ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഗുണകാംക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിക്കാം. ഈ ഗുണകാംക്ഷ ഉള്ളവനിൽ നിന്നുണ്ടാവേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് വിശദീകരിച്ച് തരുന്നത്, സ്വഹാബത്വം ഒക്കെ വിശദീകരിച്ച് തരുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരോടും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു സ്വഭാവം ഒരു പൊതു സ്വഭാവമായി യഥാർത്ഥത്തിൽ വരേണ്ടതാണ്. ഒരു ആൾ മുജാഹിദാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ മോള് കോളേജിൽ നിന്ന് വന്നിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഈ കഴിഞ്ഞ കൊല്ലം പോയിട്ട് സെക്കൻഡ് ഇയറിൽ എത്തിയപ്പോൾ അവൾ വേണത് കോളേജിലൊരു കുട്ടി എൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് മുജാഹിദ് അയക്കണു, അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ മുജാഹിദായി വരുന്നുണ്ട്, നമ്മളെ വിശ്രത്തിൻ്റെ പരിപാടിക്കൊക്കെ പോയിന്നുണ്ട്. ഇപ്പോൾ ചെല്ലുന്ന സമയത്ത് സുന്നിയാണ്, ഗൾഫിൽ നിന്ന് ഏതോ CD കേട്ടു, ആ CD കേട്ട ആളെ മാറ്റം എവിടെ? കോളേജിലാണ് അനുഭവപ്പെടുന്നത്. ഞാൻ പറഞ്ഞ ഗൾഫിൽ നിന്ന് ഒരാൾ CD കേട്ടതിൻ്റെ ഗുണം കോളേജിലാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിലൊരു മാറ്റം ഉണ്ടാകുന്നതോടുകൂടെ സഹോദരങ്ങൾ അത് എല്ലാവരിലും പ്രതിഫലിക്കും. അപ്പോഴേ നമ്മൾ യഥാർത്ഥ മുവഹിദും മുജാഹിദും സലഫിയൊക്കെ ആവുള്ളൂ. ഞാൻ പറഞ്ഞത് നമുക്ക് പറയാൻ കഴിയണം, അത് നമ്മൾക്ക് പറയാനും ആളുകളിലേക്ക് എത്തിക്കാനും പറ്റണം. ഇത് ഗുണകാംക്ഷയുള്ളവൻ എങ്ങനെ ഇത് പറയാതിരിക്കുക? കാരണം നമ്മളെ മുമ്പിൽ നിൽക്കണോൻ്റെ വസ്ത്രം നെരിയാടിക്ക് താഴെ കണ്ട അത് നരകത്തിലല്ലേ സഹോദരങ്ങളെ? ഫഫിന്നാർ എന്നല്ലേ ഹദീസ്. ഞാൻ ഇപ്പോൾ അത് പറയാൻ പോകണോ? നമ്മൾ നേരത്തെ പറഞ്ഞ അപമാനിക്കേ കൂടുതലാക്കൊന്നും വേണ്ട, സ്നേഹപൂർവ്വം അടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി, യാതൊരു പ്രശ്നമല്ല സഹോദരങ്ങളെ. അത് പറയാൻ നമുക്ക് പറ്റണം. ഏതൊരു സാഹചര്യത്തിലും അത് പറയാൻ അതിൻ്റേതായ ചില മര്യാദകൾ പാലിച്ചാൽ പറയാൻ പറ്റും. കാരണം നമ്മളൊക്കെ വായിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഹദീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, പ്രബോധന രംഗത്ത് എന്ത് ചെയ്യും, പക്വതയില്ലാത്ത സമീപനങ്ങളെ കൊണ്ട് പരാജയപ്പെട്ട ആളുകൾ പഠിക്കേണ്ട ഒരു ഹദീസാണ്. ആരോടും പറയാനാണ് നമ്മൾ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അതായത് നബിൻ്റെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു ഷാബ് കയറി വരികയാണ്. കയറി വന്നിട്ട് അയാൾ നബിയോട് പറയാണ്, യാ നബി അല്ലാ ലീ ഫിസിന, വ്യഭിചരിക്കാൻ ഒരു അനുവാദം എനിക്ക് തരണം എന്നാണ് അയാൾ വന്ന് ചോദിക്കുന്നത്. സഹോദരങ്ങൾ, വെറുതെ കളിയാക്കാൻ വേണ്ടി ചോദിക്കല്ല, ആത്മാർത്ഥമായ ചോദ്യം. കാരണം ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് ചെയ്യാം,
പക്ഷെ വ്യഭിചാരം നടത്താതിരിക്കാൻ പറ്റില്ല. അവിടെ ഒരു സമ്മതം എനിക്ക് തന്നാൽ തിരക്കടില്ല എന്ന്. അപ്പോൾ സഹാബത്തിനൊക്കെ ആകെ ദേഷ്യം പിടിക്കില്ല. ഇത് കേട്ടാൽ വിശ്വാസം പറഞ്ഞാൽ കരി പോകും. അവരങ്ങോട്ട് അടുത്ത് കൊണ്ടിരുന്നതാണ്. അത് അടുത്ത് കൊണ്ടിരുന്ന സഹോദരങ്ങളെ, ഇങ്ങനത്തെ കാര്യം സംസാരിക്കുമ്പോഴേ എല്ലാവരും കേൾക്കുകയല്ല സംസാരിക്കേണ്ടത്. അയാൾ വേറെ വിളിച്ച് അടുത്തേക്ക് നിർത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണെന്ത്? അദ്ദേഹത്തോട് ചോദിച്ചു, ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്താണ്, അൽബാന്റെ സ്വഹീഹിലിന്റെ ഹദീസ്. അതുഹിബ്ബു ലി ഉമ്മിക്ക, നബി സ്വകാര്യത്തിൽ അയാൾ ചോദിക്കാണ്, അതുഹിബ്ബു ലി ഉമ്മിക്ക, നിന്റെ ഉമ്മനെ വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടാണോ? നിന്റെ ഉമ്മനെ ആരെങ്കിലും വന്ന് വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടാണോ? അപ്പം അത് അതിന് ഞാൻ സമ്മതിക്കൂല. അപ്പം വിശ്വാസം പറഞ്ഞു, കദാലിക്കന്നാസ്, അങ്ങനെ തന്നെയല്ലേ എല്ലാവരും. നീ ഏതു സ്ത്രീരത്ത് പോയാലും അതൊരാളെ ഉമ്മയായി കയറും, അയാൾക്ക് ഇഷ്ടാവില്ലല്ലോ ബത് എന്ന് ചോദിച്ചു. നിന്റെ മകളായാലോ പറ്റൂല, നിന്റെ ഭാര്യ ആയാലോ പറ്റൂല. അപ്പോഴൊക്കെ നബി കാര്യം ആവർത്തിച്ചു. അയാൾക്ക് മനസ്സിലായി സഹോദരങ്ങളെ, ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് വെച്ചാൽ മനസ്സിലായി. നബി അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന അവിടെ വെച്ച് നടത്തി. അല്ലാഹുമ്മ തൗഹിർ ഖൽബഹു വഗ്ഫിർ ദംബഹു വഹസ്സിൻ ഫർജഹു. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ഗുഹ്യസ്ഥാനങ്ങൾക്ക് നീ സുരക്ഷ നൽകി, അദ്ദേഹത്തിൻ്റെ പാപങ്ങളെ പുറത്തു കൊടുക്ക്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ നീ പരിശുദ്ധമാക്കി കൊടുക്ക് എന്ന യുവാവിന് വേണ്ടി അത് പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, എല്ലാവരോടും പറയാം, ഞാൻ പറഞ്ഞ ആരോടും പറയാം, സന്ദർഭവും സമയവും സാഹചര്യമൊക്കെ നോക്കി സ്നേഹത്തോടു കൂടെ പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. ഞാൻ പറഞ്ഞ ആ പറച്ചിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പറയാൻ നമുക്ക് പറ്റണം. ഞാൻ ഈ പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് ഒരാളെത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു കലക്ഷന് വേണ്ടി ഒരാളത്ത് കൊണ്ടുപോയി. അപ്പോൾ അയാളൊരു വലിയ കമ്പനിയുടെ ഫാക്ടറിയുടെ വലിയ MD ആണ്. അപ്പോൾ അയാളെ ഫാക്ടറിയുടെ മുകളിലാണ് അയാളെ ഓഫീസ് റൂം. അപ്പോൾ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് സാധാരണ പ്രബോധനം ചെയ്യാത്ത എല്ലാ കക്ഷികളും പറയുന്നൊരു ന്യായമാണെന്ത്, പ്രബോധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസംഗിക്കലല്ല, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അപ്പോൾ ആൾക്കാർ അതാണ് സ്വീകരിക്കും. അതാണ് ഏറ്റവും നല്ല പ്രബോധനം. അത് നല്ല പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളല്ലാത്തതൊക്കെ നടത്തുന്ന പ്രബോധനം അപ്പോൾ അതാണ്, ഇതുപോലൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എന്താ ജീവിച്ച് കാണിച്ചു കൊടുക്കൽ? പാൻസ് മുഴുവൻ നിര്യാടിക്ക് താഴെ തോന്നുന്ന സമയത്ത് നിസ്കാരം, മിഷീൻ താടി പഠിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഇതപ്പോൾ മാതൃകാ പ്രബോധനം. അപ്പോൾ നമ്മുടെ മാതൃകാ പ്രബോധനം പറയുന്ന ആളെ ഞാനിങ്ങനെ ഒന്ന് നോക്കി, അയാളൊരു മുസ്ലിമാണ് എന്ന് സഹോദരങ്ങളെ നോക്കിയിട്ട് പറയാൻ ഒരാൾക്കും പറ്റൂല. അയാളൊരു മുസ്ലിമാണെന്ന് നമുക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി കാണണ്ടേ? ഞങ്ങൾ വന്ന് ചെന്ന ആളുകൾക്കൊക്കെ ഒരു താടിന് എന്തായിരുന്നാലും ഇപ്പോൾ ഞങ്ങളെ കാണാൻ മുസ്ലിമാണെന്ന് തോന്നുമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് അയാളെ പറയുകയാണ്. എന്താ പ്രബോധനം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വില്ലേജ് ഓഫീസർ, ഇവിടുത്തെ വില്ലേജ് ഓഫീസർ നല്ലൊരു മുസ്ലിമാണ്, അപ്പോൾ അയാൾക്ക് കൈക്കൂലി കൊടുക്കുമ്പോൾ അയാൾ പറയും കൈക്കൂലി വേണ്ടെന്ന് അറിയും. കണ്ടോ, ഇസ്ലാം എന്ത് നല്ല സുന്ദരമെന്ന് അവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കും. അങ്ങനെയാണ് പ്രബോധനം എന്ന് മുപ്പൊരു മാതൃക പറഞ്ഞെന്ന രൂപമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം നല്ല ഒരു ആയിരക്കണക്കിന് തൊഴിലാളികളെ മേക്കുന്ന ഒരു വലിയ മാനേജറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വരുമ്പോൾ ഇതൊരു നല്ല മുസ്ലിം ആണ് എന്ന് അവർക്ക് തോന്നണമെങ്കിൽ എന്തേ മാർഗമുള്ളൂ? എന്തെങ്കിലും ഇസ്ലാമിൻ്റെ ഐഡന്റിറ്റി അയാൾ പാലിക്കണ്ടേ? യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ആത്മാർത്ഥമായി ദീൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുമ്പോൾ അത് ഗുണകാംക്ഷയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കാര്യമാണ്. അത് പറയാൻ നമുക്ക് പറ്റണം. ഒരു പക്ഷേ നാട്ടുകാരെ മുഴുവൻ ഉപദേശിക്കുന്നവനും ഭാര്യനോട് പറയാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് എന്തോ ഒരു കമ്മിറ്റിക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന ദാവത്താവുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങാടി പ്രസംഗിക്കുന്നു ഭാര്യയോട് പറയുന്നില്ല. അതൊരു പാർട്ടി പ്രവർത്തനമാണ്. അത് ദീനീ പ്രവർത്തനമല്ല, പ്രബോധനമല്ല, പാർട്ടി പ്രവർത്തനം. ദീനീ പ്രവർത്തനമാണെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ അങ്ങാടിയിൽ പറയുന്ന അതേ ധൈര്യത്തോടു കൂടെ നമ്മുടെ വീട്ടിലുള്ളവരോടും മാതാപിതാക്കളോടും മക്കളോടും പറയും. അപ്പോൾ നസീഹത്ത് എന്നുള്ളൊരു കാര്യമാണ് ഉപദേശം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഖൈറ ഫീ ഖൗമിൻ ലൈസു ബിനാസിഹിൻ. എന്താ വാക്ക്? ഉപദേശം നൽകാത്തവരിൽ ഒരു നന്മയുമില്ല. സഹോദരങ്ങൾ, അങ്ങനെ തന്നെ വായിച്ചോളി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കൂടെ നിന്ന് ദീൻ പഠിച്ച ആളല്ലേ. അദ്ദേഹം പറയാണ്, ലാ ഖൈറ ഫീ ഖൗമിൻ ലൈസു ബിനാസിഹിൻ. ഉപദേശം നൽകാത്തവരിൽ ഒരു ഖൈറുമില്ല. നമുക്ക് മറ്റൊരാളോട് ഒരു നന്മ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിൽ ഒരു നന്മയുമില്ല. അദ്ദേഹം പറയാണ്, വലാ ഖൈറ ഫീ ഖൗമിൻ ലാ യുഹിബ്ബൂന നാസിഹിൻ. ഉപദേശങ്ങൾ ഇഷ്ടപ്പെടാത്തവരിലും ഒരു നന്മയുമില്ല. നിങ്ങളോടൊരാൾ പറയാണ്, എന്ത് സ്വകാര്യത്തിൽ വിളിച്ച് പറയാണ്, അല്ല എന്തൊരു ശരിയില്ലല്ലോ നിങ്ങൾ ഈ സമീപനം, നീ ഇത്തരത്തിലുള്ള ഇടപാടുകളൊക്കെ നിർത്തണം. കാരണം അത് നമ്മളെപ്പോലെ ദീൻ അംഗീകരിച്ച ആൾക്കാർക്ക് പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക? അവൻ എന്തോ നമ്മുടെ ഒരു ദേഷ്യമുണ്ട്, അത് മുതലാക്കാൻ വേണ്ടി എന്തോ നമ്മളൊരു അപാകത കണ്ടുപിടിച്ച് പറയായിരിക്കും എന്ന മനസ്സിൽ ചിന്ത വന്നാൽ മനസ്സിലാക്കണം, ഒരു ഖൈറും നമ്മളെടുത്തില്ല. ഉപദേശിക്കാൻ തോന്നുന്നില്ലെങ്കിലും നന്മയില്ല. ഒരു ഉപദേശം ഗുണകാംക്ഷയുള്ളൊരു ഉപദേശം കേട്ട് നിൽക്കാൻ പറ്റില്ല. ഓൻ വിരോധം കൊണ്ട് പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, നരകത്തിൽ പോണൊരു തിന്മ നമുക്ക് പറഞ്ഞു തരല്ലേ, അയാൾ മനസ്സിലാക്കി തരല്ലേ. എന്താ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നം നമുക്കില്ലല്ലോ. നാം ഗൗരവം ഉപദേശിക്കാൻ തോന്നുക, ഉപദേശങ്ങൾ കേടുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഞാനീ പറഞ്ഞു വരുന്ന കാര്യത്തെ യഥാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കുകയാണ്
നമ്മളെല്ലാവരും നമ്മുടെ ഈ പ്രബോധനത്തിലൂടെ ചെയ്യണം. നമ്മളുടെ ഈ ഒരു പുതിയ കൂട്ടായ്മ രൂപപ്പെട്ട് വരികയും പുതിയ ഒരു നമ്മുടെ പ്രബോധനം നമ്മൾ ശരിയായ ഒരു സലഫി ആദർശത്തെ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സാഗ്രഹിക്കുന്നു. ആരൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞോട്ടെ, എന്ത് നമ്മളിതിലൊന്നും ഒരു ഗുണകാംശമില്ല, ഇത് വെറുതെ പാർട്ടി പ്രവർത്തനമാണ്, ചിലർക്ക് നേതാവാകാനാണ്, ഇത് കോക്കസാണ്, എന്തോ വിളിച്ച് പറഞ്ഞോട്ടെ. അതൊന്നും ഇപ്പോൾ അവരല്ലല്ലോ നമ്മളെ വിചാരണ ചെയ്യുന്ന ആളെ പരലോകത്ത്. വിചാരണ ചെയ്യുന്ന ഹൃദയം അറിയുന്ന പടച്ചോനല്ലേ. ഓരോരുത്തരെയും വിളിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ആ മൗലവി ഇങ്ങനെയാണ്, ഈ മൗലവി ഇങ്ങനെയാണ്. സഹോദരങ്ങളെ, യാതൊരു പാർട്ടി സ്പിരിറ്റും ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന പരിപാടികളാണ് അതൊക്കെ. അതൊന്നും നമ്മൾക്ക് ഏശാത്ത എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഇത് ഗുണകാംശാപൂർവമാണെങ്കിൽ നമുക്കൊരു പ്രശ്നമല്ല. സഹോദരങ്ങളെ, സന്തോഷിക്കാൻ വകയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനിതിൻ്റെ ഒരു ആളായതുകൊണ്ട് മാത്രം പറയല്ല, നമ്മൾ എന്തൊന്ന് സ്വപ്നം കണ്ടോ അത് തിരിച്ചു വന്നിരിക്കുകയാണ്. ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും യഥാർത്ഥ സലഫിയത്തനുസരിച്ചുകൊണ്ട് ജനങ്ങളോട് പ്രബോധനം ചെയ്യുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം, പ്രമാണത്തിന് വിരുദ്ധമായതെന്തും ചോദ്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, അത്തരത്തിൽ തുറന്ന ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ പ്രബോധന നിര. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയും? ആത്മാർത്ഥമായി അത്തരം കാര്യങ്ങളുമായി ആത്മാർത്ഥമായി സഹകരിക്കുന്ന ആളുകളാണ് ഇന്നിവിടെ വന്നവരിൽ മിക്കവാറും ആളുകൾ നമുക്കറിയാം. അതുകൊണ്ട് അത്തരം ഒരു അവസ്ഥ നമുക്ക് വന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്ന് ഗുണകാംക്ഷയോട് കൂടെ ഇത് ഉൾക്കൊള്ളാനും ഇത് പ്രബോധനം ചെയ്യാനുള്ള അവസരങ്ങളെ നമ്മൾ ഭംഗിയായി ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ, നമ്മുടെ വിസ്ഡവുമായി ബന്ധപ്പെട്ട എന്ത് പരിപാടികളും നിങ്ങളൊന്ന് ആത്മാർത്ഥമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നമ്മുടെ ഈ ഗുണകാംക്ഷയും പ്രബോധന താല്പര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ്. എല്ലാ പരിപാടികളും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഓരോ രംഗത്തും നമുക്ക് കിട്ടുന്ന അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ശരിയായ രൂപത്തിൽ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അതിലെനിക്ക് ഊന്നി പറയാനുള്ളത് ഈ ഗുണകാംക്ഷൻ്റെ മറ്റൊരു കാര്യമാണ്. അതായത് ഇത് ഈ ഉപദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം. നിങ്ങൾക്കറിയാം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുടെ കടമകൾ 6 പറഞ്ഞപ്പോൾ ഒന്നെന്താ റസൂലുള്ളാഹി പറഞ്ഞിരങ്ങൾ, നിന്നോടൊരു ഉപദേശം ചോദിച്ചാൽ നീ ഉപദേശിക്കണം എന്നാണ്. സഹോദരങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്താ, ഇന്ന് സമൂഹത്തിൽ വന്നൊരു പുതിയ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം. എവിടെ ചെന്നാലും എന്താ വെച്ചാൽ ദീനിയായ കാര്യങ്ങളിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. നിരന്തരമായ നമ്മുടെ പ്രബോധനങ്ങളെ കൊണ്ടും ഉത്ബോധനങ്ങളെ കൊണ്ടും ദീനിൻ്റെ വെളിച്ചം ആളുകൾക്ക് കിട്ടി. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായൊരു സത്യം, ദീനുണ്ടോ എല്ലാത്തിനും പരിഹാരമാകും എന്ന ആളുകൾ മനസ്സിലാക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകളുടെ ഉപദേശം ചോദിക്കുന്നതിൻ്റെ എണ്ണം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ആളുകൾക്ക് ഗുണകാംശപരമായ ഉപദേശങ്ങളും സന്ദർഭോചിതമായ കാര്യങ്ങളും എല്ലാ തലത്തിലും, അവിടെ കുടുംബ തലങ്ങൾ, എല്ലാ രംഗത്തും. അപ്പോൾ നമ്മുടെ ഈ വിസ്ഡത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 2 തലങ്ങൾ ഒന്ന് ലോകത്തെ മൊത്തം പ്രബോധനങ്ങളെ നമ്മളുടെ ഈ ഒരു സ്റ്റൈലിലേക്ക് തിരിച്ചു കൊണ്ടുവരിക പറ്റുന്ന തോന്നുന്നു. നമ്മുടെ ഈ എക്സിബിഷനും ഈ സ്ട്രീറ്റ് ദാവയും എല്ലാം ലോകത്തെല്ലാം പ്രായോഗികമാണ്. അതെല്ലാ സ്ഥലങ്ങളിലും കഴിയുന്ന പോലെ നമ്മുടെ കേരളത്തിലുണ്ടായ ഈ ഒരു പ്രബോധന രംഗത്തെ നവോത്ഥാനം ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലും ലോകത്തും വരുത്തത്തക്ക വിധത്തിൽ മലയാളികളുള്ളിടത്തെല്ലാം നമുക്ക് അവരെ കൂട്ടിപ്പിടിച്ച് ലോകത്തൊരു രണ്ടാമത്തൊരു രംഗം എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ സമ്പൂർണമായ സമഗ്രമായ വൽക്കരണം. എല്ലാ രംഗത്തും നിസ്സാരമായ സംഗതികളിൽ പോലും, ഒരു വീട് വെക്കുമ്പോഴാവട്ടെ, നമ്മുടെ വിസ്ഡം സ്റ്റോറൊക്കെ അതാണ്, ഒരു വീട് വെക്കുമ്പോഴാകട്ടെ, ഒരു കുട്ടി ജനിച്ചാലാവട്ടെ, എവിടെയും ഇസ്ലാമിനെ സമ്പൂർണ്ണമായും ആളുകൾ അപ്ലൈ ചെയ്യണം എന്നാണ് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ താല്പര്യം. അതുകൊണ്ട് ഓരോ വീട്ടിലും ഗൃഹസംഗമങ്ങൾ നടത്തണം. നിങ്ങളുടെ കൂടെയുള്ള ഓരോരുത്തരെയും സൗഹൃദ സംഗമത്തിൽ നിങ്ങൾ കാണണം, നിങ്ങൾ സീഡികൾ കൊടുക്കണം, നിങ്ങൾ നമ്മുടെ പരിപാടികൾക്ക് അവരെ വിളിക്കണം, അവരെ ക്ഷണിക്കണം. അങ്ങനെ സഹോദരങ്ങളെ, ഈ ഇസ്ലാമിനെ ഈ സമൂഹത്തിന് മൊത്തത്തിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ വ്യാപൃതരാകണം. അതോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് പോലെ അവസാനം ഞാൻ ഓർമ്മപ്പെടുത്താണ്. പ്രത്യേകിച്ച് മഞ്ചേരിയുള്ള ആളുകളോട് എനിക്ക് ഊന്നി പറയാനുള്ള കാര്യം, നമ്മുടെ ജാമിയത്തുൽ ഹിന്ദിൻ്റെ കീഴിൽ ഭാവിയിൽ ജാമിയത്തുൽ ഹിന്ദിൽ വരാവുന്ന നിലക്കുള്ള ഒരു അടിസ്ഥാന അറിവുണ്ടാക്കുക എന്നുള്ള നിലക്കും, അതേപോലെ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രത്യേകമായൊരു സിലബസിലൂടെ അവിടെ സമയവും സന്ദർഭവും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ വർദ്ധിച്ചു വന്നതുകൊണ്ട് മദ്രസയുടെ അപര്യാപ്തത തീർക്കുവാനും സ്കൂൾ ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞൊരു സംരംഭം പ്രധാനപ്പെട്ട ഒരു 10-15 സിറ്റികൾ നമ്മൾ തുടങ്ങുന്നുണ്ട്. അതിലിവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാച്ച് ഇവിടെ തുടങ്ങുന്നുണ്ട്. പുതിയൊരു ബാച്ച് ബ്ലോസം സ്കൂളിൽ വെച്ചാണ് നടത്തുന്നത്. നിങ്ങൾക്കറിയാം, അവധി ദിവസങ്ങളിൽ മാത്രമേ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഒരു 5 വയസ്സ് മുതൽ ഒരു 6.5 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളെ നമുക്ക് അതിലെന്ത് ചെയ്യാൻ പറ്റും, ചേർക്കാൻ പറ്റും. ഒറ്റ ബാച്ചാണ്, വേറെ ക്ലാസ്സുകൾക്കൊന്നും അഡ്മിഷൻ അല്ല. നമ്മളതിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ സിലബസുകൾ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അധ്യാപകന്മാരായിരിക്കും ക്ലാസ് എടുക്കുക. സാധാരണഗതിയിൽ ക്ലാസ് നടക്കുക 7 മണി മുതൽ 11 മണി വരെയാണ്. നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊന്നും തടസ്സം വരാത്ത രൂപത്തിലാണ്. കുറഞ്ഞ കുട്ടികൾക്കും കൂടെ അഡ്മിഷൻ ഉണ്ട്. നമ്മളെല്ലാവരും അറിയാതിരിക്കരുത്. എന്തിൻ്റെ പരിസരത്തുള്ളവർക്കും അവിടെ വരാൻ പറ്റുന്നവർക്ക് അത് ഉപകാരപ്പെടുക. അവധി ദിവസങ്ങളാകുന്നു നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ആക്കാൻ സൗകര്യം കിട്ടും. നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. അതേപോലെ നമ്മുടെ ജാമിയത്തുൽ ഹിന്ദ് നിങ്ങളെ മനസ്സിൽ വേണം.
അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വലിയ സാമ്പത്തികം. ഇപ്പോൾ നോക്കും നിങ്ങൾ, ഏകദേശം പിന്നെ ഒരു 10-75ഓളം കുട്ടികൾക്ക് നമ്മൾ ഈ പ്രാവശ്യം അഡ്മിഷൻ കൊടുത്തു. എല്ലായിടത്തും അഡ്മിഷൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ അഡ്മിഷൻ പൂർത്തിയായി. അത് മുഴുവനും ആൺകുട്ടികളെ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനിയും താല്പര്യപ്പെട്ട അത്രയും കൂടി കുട്ടികൾ ഇനിയും താല്പര്യപ്പെട്ട് വരാൻ നിൽക്കുന്നു. നമുക്ക് ഒരു കുട്ടിക്ക് 2500 രൂപയോളം മാസം ചിലവുണ്ട്. സുഹൃത്തുക്കളെ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഒരാൾ ദീനിയായി ഒരാളെ ഈ സമൂഹത്തിൽ വാർത്തെടുക്കാൻ, ഒരു നല്ല സലഫി ആദർശമുള്ള ഒരു പണ്ഡിതൻ, ഒരു പ്രദേശം മൊത്തത്തിൽ ദീനി നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന നല്ല പണ്ഡിതന്മാരാണ് നമ്മുടെ സ്വപ്നം. എവിടെ പോയാലും ആ പരിസരത്ത് അയാളൊരു നേതൃത്വമായിട്ടുണ്ടായിരിക്കും. അതിന് പറ്റുന്ന ഖുർആനും ഹദീസും വിജ്ഞാനങ്ങളും അയാൾക്ക് ഉണ്ടാണെന്ന്. നിങ്ങൾ ജാമിയത്തുൽ ഹിന്ദ് എപ്പോഴും നിങ്ങളുടെ വരുമാനങ്ങളിലും നിങ്ങളുടെ സംഭാവനകളിലും നിങ്ങളുടെ ആലോചനകളിലും എല്ലാം പ്രധാനമായൊരു സംഗതിയായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ എല്ലാ പ്രബോധന സംരംഭങ്ങളിലും എല്ലാ ആളുകളും ഉണ്ടാകുകയും സഹകരിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്താണ്. സഹോദരങ്ങളെ, ഒരു ഗുണകാംക്ഷയോടുകൂടെ മറ്റു താല്പര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് എല്ലാവരോടും നല്ലൊരു മനസ്സോടുകൂടെ മറ്റ് കുതന്ത്രങ്ങളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് അതൊക്കെ അത്തരം ആളുകൾക്ക് വിട്ടുകൊടുത്ത് ഒരു ദീനി സംസ്കാരത്തേക്ക് നമ്മൾ തിരിച്ചു വരിക. അതിനനുസരിച്ച് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും മാറ്റാനുള്ള ഈ പ്രബോധന സംരംഭങ്ങളെ അള്ളാഹു നമുക്ക് വിജയിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പങ്കെടുത്ത ഈ ഒരു സദസ്സിൽ നിന്ന് അള്ളാഹു നമുക്ക് ഇതൊരു നല്ല അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുകയും നാളെ പരലോകത്ത് അള്ളാഹു നമുക്ക് പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവൻ്റെ വിശാലമായ സ്വർഗ്ഗം ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ